Meet the editors. നിങ്ങൾ കാണുന്നത് പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദ എഡിറ്റേഴ്സ്. നമ്മൾ രണ്ടാമത്തെ വിഷയത്തിലേക്ക് പോകുന്നു. ഇനി 5 മിനിറ്റ് സമയം മാത്രമാണ് നമുക്ക് അവശേഷിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സഹായ എഡിറ്റർമാർ 1 മിനിറ്റിൽ പരമാവധി അവരുടെ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ ചുരുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സെനറ്റിലേക്ക് കേരള സർവകലാശാല നാമനിർദ്ദേശം നൽകിയവരേക്കാൾ യോഗ്യതയുണ്ടോ ചാൻസലറായ ഗവർണർ നാമനിർദ്ദേശം നൽകിയവർക്ക്? ഹൈക്കോടതി ഇന്ന് ഈ ചോദ്യമാണ് ചോദിച്ചത്. ഹൈക്കോടതി വിഷയം പരിഗണിക്കാൻ പോകുന്നു, പരിശോധിക്കാൻ പോകുന്നു. സെനറ്റിൽ പാളിയോ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, ഗവർണർക്ക് സെനറ്റിൽ പാളിയോ എന്നാണ് ആ ചോദ്യത്തിന്റെ പൂർണ്ണരൂപം. 1 മിനിറ്റ് വേണ്ട അരുണേ, കാരണം വെച്ചാൽ കോടതിയും ഇന്ന് 2 വാക്ക്, താങ്കളിപ്പോൾ സൂചിപ്പിച്ച 2-3 വാക്കുകൾ മാത്രമാണ് ചോദിച്ചത്. അത് വളരെ വ്യക്തമായിരുന്നു. എന്താണ് ഗവർണർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ലിസ്റ്റിലെ കുട്ടികൾക്കുള്ള അധിക യോഗ്യത? അതായത് 8 വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണ് വൈസ് ചാൻസലർ കൊടുത്തത്. അവരൊക്കെ തന്നെ നമ്മൾ വിവിധ ചർച്ചകളിൽ സൂചിപ്പിച്ചിട്ടതുപോലെ ഹ്യൂമാനിറ്റീസിൽ, ഫൈൻ ആർട്സിൽ, അതേപോലെ സയൻസിൽ, സ്പോർട്സിലും ഒക്കെ റാങ്ക് ഹോൾഡേഴ്സും കലാപ്രതിഭകളും കലാതിലകങ്ങളും ഒക്കെയാണ്. അങ്ങനെ വിദ്യാർത്ഥികൾ അവരുടെ വിവിധ മേഖലകളിൽ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ ഒരു പട്ടികയാണ് വൈസ് ചാൻസലർ ഗവർണർക്ക് കൈമാറിയത്. ആ 8 പേരെയും വെട്ടിമാറ്റിയിട്ടാണ് 4 പേരെ ഗവർണർ പുതുതായി നോമിനേറ്റ് ചെയ്തത്. ആ 4 പേരും ABVP-കാരാണ്. മാത്രമാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു യോഗ്യത എന്ന് പറയുന്നത്. അതേ സംബന്ധിച്ചാണ് ഇന്ന് കോടതി ചോദിച്ചത്. ആ മിടുക്കരായ 8 പേരിൽ അവരെ മാറ്റി നിർത്തി ഈ 4 പേരെ കൊണ്ടുവരുമ്പോൾ എന്താണ് അവരുടെ യോഗ്യത എന്ന് വിശദീകരിക്കണമെന്ന് പറഞ്ഞു. അതിന് ഒരു മറുപടി ഉണ്ട് കേട്ടോ. ചാൻസലർക്ക് വിവേചനാധികാരമുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വക്കീൽ അവിടെ അവകാശപ്പെട്ടിരിക്കുന്നത്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ അത് കോടതി പരിശോധിക്കും. 3 ആഴ്ചയ്ക്ക് ശേഷമാണല്ലോ ഇത് വീണ്ടും എടുക്കുക. ഞാൻ മനസ്സിലാക്കുന്ന 1974 യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം ചാൻസലർക്ക് അദ്ദേഹത്തിൻ്റെ വിംസ് ആൻഡ് ഫാൻസിക്ക് അനുസരിച്ച് ആളുകളെ നോമിനേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇതിനകത്തൊരു വിശദീകരണം നൽകേണ്ടി വരും. നോക്കൂ, ഇപ്പം ഞാനാണ് ചാൻസലർ എങ്കിൽ എൻ്റെ ഒരു വിവേചനാധികാരമാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കുടുംബത്തിലെ 4 പേരെ എടുത്ത് എനിക്ക് സെനറ്റിലേക്കോ പിന്നീട് സിൻഡിക്കേറ്റിലേക്കോ ഒന്നും നോമിനേറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. അങ്ങനെയൊന്നും അല്ലല്ലോ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു വ്യക്തമായ ഉത്തരം നൽകാൻ ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണർക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. എന്താ പറയുക, വളരെ കുറിക്കുകൊള്ളുന്നൊരു ചോദ്യം ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ നീക്കത്തെ എക്സ്പോസ് ചെയ്യാൻ പോലുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അടുത്ത 3 ആഴ്ച നമുക്ക് കാത്തിരിക്കാം. ഇവിടെ പാളിയെന്ന് മാത്രമല്ല, ഈ കേസിൽ ഗവർണർ തോറ്റുപോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിവേചനാധികാരം തോന്നിവാസമാണോ എന്ന് വേണമെങ്കിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാമെന്ന് തോന്നുന്നു. MV നികേഷ് കുമാർ. നോക്കൂ, വിവേചനാധികാരം ആർക്ക്? ചാൻസലർക്കാണ്. നോക്കൂ, നമ്മൾ ഗവർണർ എന്നുള്ള നിലയിലും ചാൻസലർ എന്നുള്ള നിലയിലുമുള്ള അധികാര പരിധിയെ ഒന്ന് വിവേചിച്ച് കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. സർവകലാശാല വിഷയത്തിൽ ചാൻസലർ നാമനിർദ്ദേശം ചെയ്ത വിദ്യാർത്ഥികളുടെ അധിക യോഗ്യത വ്യക്തമാക്കണം എന്നാണ് ജസ്റ്റിസ് TR രവി ആവശ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 3 ആഴ്ചത്തെ കൂടി സ്റ്റേ നീട്ടുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചാൻസലർ എന്നുള്ള നിലയിലുള്ള വിവേചനാധികാരം ഏത് പരിധിവരെ പോകാം? ഞാൻ രാഷ്ട്രപതിയോട് മാത്രമാണ് അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചിടത്തോളം ആ നിലയിലുള്ള ഒരു വിവേചനാധികാരം എനിക്ക് ചാൻസലർ എന്നുള്ള നിലയിലുണ്ട് എന്നാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ചാൻസലർ പദവി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നൽകിയിരിക്കുന്നത് രാഷ്ട്രപതിയൊന്നുമല്ല, അത് ഈ കേരള നിയമസഭയാണ്. അപ്പോൾ കേരള നിയമസഭ നൽകിയിട്ടുള്ള അധികാരം ചാൻസലർക്ക് ലഭിക്കുമ്പോൾ ചാൻസലർ സംസ്ഥാന താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണം, സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണം. അതാണ് വൈസ് ചാൻസലർ നൽകിയ ലിസ്റ്റിലുള്ളത്. ഏത് സംസ്ഥാന താല്പര്യങ്ങൾക്കനുസരിച്ച് ആരാണ് സെനറ്റിൽ വരേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ലിസ്റ്റാണ്. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ഫൈൻ ആർട്സിൽ, സ്പോർട്സിൽ, ഹ്യൂമാനിറ്റീസിൽ, സയൻസിൽ മികവ് തെളിയിച്ച 4 പേരെയാണ് വൈസ് ചാൻസലർ നിയോഗിച്ചിട്ടുള്ളത്. അതിന് മുകളിലുള്ള എന്ത് യോഗ്യതയാണ് ചാൻസലർ എന്നുള്ള നിലയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ നിശ്ചയിച്ച കുട്ടികൾക്കുള്ളത് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയണം സാർ. ഓക്കെ, ആൻഡ്രൂ അഗസ്റ്റൻ. ഇതിൽ 8 പേരുടെ ലിസ്റ്റാണ് യൂണിവേഴ്സിറ്റികൾ ഗവർണർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചാൻസലർ എന്ന നിലയ്ക്കാണ് ഗവർണർക്ക് ഈ പറഞ്ഞ 8 പേരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്.
അതിൽ ആ 8 പേരെ വെട്ടിയിട്ട് ഗവർണർ പുതിയ 4 പേരെ ഈ പറഞ്ഞ ബോഡിയിലേക്ക് സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്, അപ്പോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെതിരെയാണ് ഹൈക്കോടതിയിൽ കേസ് വന്നത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച ഒരാഴ്ചത്തേക്ക് സ്റ്റേ നൽകിയിരുന്നു ആ കേസിന് മേലെ. പക്ഷേ ഇപ്പം അത് ഇന്ന് വന്ന കോടതി അത് 3 ആഴ്ചയും കൂടെ നീട്ടി. അവരോട് ചോദിച്ച ചോദ്യമാണ് ഇപ്പം ഉണ്ണി ബാലകൃഷ്ണനും മി നികേഷ് കുമാറൊക്കെ പറഞ്ഞത്. എന്താണ് ഇവരുടെ അധിക യോഗ്യത? ഈ ആദ്യം തന്ന 8 പേരെക്കാളും അധികമായിട്ട് ഈ 4 പേർക്ക് എന്താണ് യോഗ്യത എന്നുള്ളതാണ്. അപ്പോഴാണ് ഗവർണർ പറയുന്നത് പിന്നെ അത് ഗവർണറുടെ വിവേചനാധികാരമാണ് എന്നുള്ളത്. അതിൻ്റെ മേലെ ആയിരിക്കാം ഇനി വാദം നടക്കുക. ആ വാദത്തിൽ ഞാൻ പറയുന്നത് പോലെ എനിക്കൊരു ഗവർണർക്ക് വിജയമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഗവർണറുടെ വിവേചനാധികാരത്തിൽ എന്തും ചെയ്യാമെന്നുള്ളൊരു സംവിധാനമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെ ഇല്ലല്ലോ. കാരണം ഭരണഘടനാ പ്രകാരം സുപ്രീം കോടതി വരെ ചോദ്യം ചെയ്തു കഴിഞ്ഞു ഉണ്ട്. ഭരണഘടനാ പ്രകാരം സംസ്ഥാനത്തിൻ്റെ അധികാരിയായിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ തലവനായിരിക്കുന്ന ഗവർണർ ചെയ്യേണ്ട തരത്തിലുള്ള ഒരു പരിപാടിയല്ല ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആ രീതിയിൽ ഇപ്പം 3 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. 3 ആഴ്ച സ്റ്റേ കൊടുത്തിട്ടുണ്ട്. അടുത്ത സംവിധാനം വിശദീകരണമായി നൽകേണ്ടി വരും കോടതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കഴിഞ്ഞിട്ട് നമുക്ക് അതിലൊരു തീരുമാനം പറയുന്നത് നന്നാവുക. തീർച്ചയായിട്ടും ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. നിലവിൽ ഈ ഒരൊറ്റ ചോദ്യം ഹൈക്കോടതി ചോദിച്ചതോടുകൂടി ഗവർണർ ഈ കേസിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആത്യന്തികമായി കോടതി വിധിക്കാണ് അതിൻ്റെ കൃത്യമായ തീരുമാനങ്ങളിലേക്ക് പോകാൻ കഴിയുക. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കട്ടെ. കേരള സർവകലാശാലയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് നോമിനേറ്റ് ചെയ്ത ലിസ്റ്റ് എന്തുകൊണ്ടാണ് ഹൈക്കോടതി ക്യാൻസൽ ചെയ്യാതിരുന്നത്? അത് നമ്മൾ ശ്രദ്ധിക്കണം. ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന 18 പേരിൽ പലരും ഈ ഔട്ട്സ്റ്റാൻഡിംഗ് ക്വാളിറ്റി ഉള്ളവരായിരുന്നു, ഔട്ട്സ്റ്റാൻഡിംഗ് കപ്പാസിറ്റി ഉള്ളവരായിരുന്നു എന്നത് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. അത് ഹൈക്കോടതിയിൽ ബോധിപ്പിക്കാൻ ചാൻസലർക്ക് സാധിച്ചിരുന്നു. എന്നാൽ കേരള സർവകലാശാലയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. 1ാം റാങ്ക് കിട്ടിയ 4 പേരാണ് ഹ്യൂമാനിറ്റീസിൽ നിൽക്കുന്നത്. അവർക്ക് പകരക്കാരനായി ഗവർണർ നിർദ്ദേശിച്ചിരിക്കുന്ന അഥവാ ചാൻസലർ നിർദ്ദേശിച്ചിരിക്കുന്ന ആൾക്കാവട്ടെ ബി ഗ്രേഡോ സി ഗ്രേഡോ മാത്രമാണ് പരീക്ഷകൾ ലഭിച്ചിരിക്കുന്നത്. മറ്റൊരാളുടെ ഫലം വരാത്തൊരു സാഹചര്യമുണ്ട്. ഇങ്ങനെ വളരെ വ്യക്തമായ രീതിയിൽ യോഗ്യതയുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് കേരള സർവകലാശാലയിൽ. പക്ഷേ കാലിക്കറ്റ് സർവകലാശാലയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ലിസ്റ്റ് അല്പം പരിശോധിക്കുകയായിരുന്നു. ഔട്ട്സ്റ്റാൻഡിംഗ് ഏറ്റവും മുന്തിയ ആളെ തന്നെ നിയമിക്കണം എന്നതല്ല സ്റ്റാറ്റ്യൂട്ട് പറയുന്നത്. ഔട്ട്സ്റ്റാൻഡിംഗ് ആയ ഒരാളായിരിക്കണം. അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 1, 2, 3 റാങ്ക് കിട്ടുന്ന ഒരാളിൽ നിന്ന് ചാൻസലർക്ക് 3ാം റാങ്ക് കിട്ടുന്നയാളെ വേണമെങ്കിൽ സെനറ്റിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. കാരണം 1ാം റാങ്ക് കിട്ടുന്നയാളെ തന്നെ നിയമിക്കണമെന്ന വ്യവസ്ഥയില്ല. പക്ഷേ റാങ്ക് കിട്ടിയ ആളെ മാറ്റി അവിടെ ബി ഗ്രേഡ് കിട്ടിയ ഒരാളെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ചാൻസലർക്ക് അവിടെ മറുപടി പറയേണ്ടി വരും. ആ ചാൻസലർ പറയാൻ പോകുന്ന മറുപടി വിവേചനാധികാരം എന്നതാണെങ്കിൽ വാഴുന്നോർ എന്നൊരു സിനിമയിൽ ജഗതി അവതരിപ്പിച്ചൊരു കഥാപാത്രമുണ്ട്. അവിടെ അധ്യാപികയെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്ന ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ജഗതിയുടെ ഒരു അവസ്ഥയാണ് കേരള സർവകലാശാലയിലേക്ക് പുതുതായിട്ട് നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾക്കുള്ളത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഗവർണർക്ക് പാളി എന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാനും എത്തി നിൽക്കുന്നത്. ഏതാണ് ആദ്യം കടിക്കാൻ? ആ ചോദ്യത്തോടു കൂടി നമുക്കിത് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും 4 പേരുടെയും അഭിപ്രായം ഒന്ന് തന്നെയാണ്. ഗവർണർക്ക് സെനറ്റിൽ പാളിയോ എന്ന ചോദ്യത്തിന് പാളി എന്ന് തന്നെയാണ്. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷകർ അറിയിക്കാനുള്ളത് 140 മണ്ഡലങ്ങളിലൂടെയും റിപ്പോർട്ടർ വാർത്താ സംഘം നടത്തിയ യാത്ര നാളെ അവസാനിക്കുകയാണ്. ഈ ഓരോ മണ്ഡലങ്ങളിൽ നിന്നും നമുക്ക് കിട്ടിയ വികസന ആവശ്യങ്ങൾ, പരാതികൾ, നിർദ്ദേശങ്ങൾ ഇതെല്ലാം ഇന്ന് മുഖ്യമന്ത്രിക്ക് നമ്മൾ കൈമാറിയിട്ടുണ്ട്. അവയിൽ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് നമ്മൾ നോക്കിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിനും അതിൻ്റെ ഒരു കോപ്പി നമ്മൾ കൊടുക്കും. ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്ന നിലയിൽ നവകേരള സദസ്സ് മുന്നോട്ട് വെച്ച ആശയങ്ങളുടെ ഭാഗമായി തന്നെ അത്തരം ആവശ്യങ്ങൾ നമ്മൾ ഓരോ മണ്ഡലത്തിൽ നിന്നും സ്വീകരിച്ചിരുന്നു. ജനങ്ങളെ നേരിട്ട് കണ്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. അത് പ്രഭാത വാർത്താ പരിപാടിയിൽ പ്രേക്ഷകർ കണ്ടിരുന്നതുമാണ്. അതിന് അക്കാര്യത്തില് അരുണിനെ അഭിനന്ദിക്കാൻ കൂടി എഡിറ്റോറിയൽ ബോർഡ് സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഈ 140 നിയമസഭാ മണ്ഡലങ്ങളിലും മന്ത്രിസഭയോടൊപ്പം അല്ലെങ്കിൽ തന്നെയും അതിനെ പിന്തുടർന്നുകൊണ്ട് സഞ്ചരിക്കുകയും കേരളത്തിൻ്റെ ഒരു പൾസ് ഏറ്റുവാങ്ങുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരുപക്ഷെ മന്ത്രിമാരെക്കാളും മുഖ്യമന്ത്രിയെക്കാളും വലിയൊരു ഉത്തരവാദിത്തമായി മാറിയിരുന്നു. അക്കാര്യത്തിൽ അരുൺ എടുത്തിട്ടുള്ള ഒരു എനർജി ചില്ലറയല്ല. അതിന് അരുണിനെ നമ്മുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ അഭിനന്ദിക്കുന്നു. താങ്ക് യു എം പി നികേഷ് കുമാർ.
യഥാർത്ഥത്തിൽ നമ്മുടെ വാർത്താ സംഘത്തിലാണ് അതിന്റെ ക്രെഡിറ്റ്. ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ അടക്കം, എം വി നികേഷ് കുമാർ, സ്മൃതി, സുജയ, നമ്മളടക്കമുള്ള ആൻറ്റോ അടക്കമുള്ള അനിൽ അയ്യൂർ അടക്കമുള്ളൊരു എഡിറ്റോറിയൽ ടീമും അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന നമ്മുടെ ആർമി, നമ്മുടെ ഓരോ റിപ്പോർട്ടർമാരും അതിനെ എടുത്തിരിക്കുന്ന എഫേർട്ട് ചേർന്നാൽ അവർ മണ്ഡലങ്ങളിൽ പോകുന്നു, ജനങ്ങളെ കാണുന്നു, അഭിപ്രായങ്ങൾ തേടുന്നു, അത് ക്രോസ് ചെക്ക് ചെയ്യുന്നു. കാരണം പലതും നടത്തിയ പരിപാടികളാണെങ്കിൽ നമുക്കത് വീണ്ടും ആവശ്യമായിട്ട് ഉന്നയിക്കുക സാധ്യമല്ല. അതിനുശേഷം കൃത്യമായി തന്നെ അത് പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മുടെ വാർത്താ സംഘത്തിനൊരു വാർത്താ കുടുംബം എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. 1400 വികസന രേഖ ആവശ്യങ്ങളാണ് നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത്. താങ്ക് യു എം വി നികേഷ് കുമാർ, താങ്ക് യു ബാലകൃഷ്ണൻ. നമുക്ക് ഇനി മീറ്റ് ദി എഡിറ്റേഴ്സ് ഇവിടെ അവസാനിപ്പിക്കാം. നാളെ വീണ്ടും. അരുൺ, ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ നമ്മൾ പൊതുവെ നമ്മുടെ റിപ്പോർട്ടഡ് ടീം ഏകദേശം 15ഓളം വരുന്ന റിപ്പോർട്ടഡ് ടീമാണ് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള എല്ലാ മണ്ഡലങ്ങളും കൂടെ പോയിട്ടുള്ളത്. അപ്പോൾ അവർ അതിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ഈ പറഞ്ഞ 140 മണ്ഡലങ്ങളെ ഒരു മണ്ഡലത്തിലെ 10 പരാതികൾ അല്ല 10 ആവശ്യങ്ങളാണ് നമ്മൾ അതിൻ്റെ സർക്കാരിൻ്റെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. ആ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ആ നാട്ടിലെ ജനങ്ങൾക്ക് അത്രയും അത്യാവശ്യമുള്ള 10 കാര്യങ്ങളാണ്. നമ്മൾ ഒരു പരാതിയായിട്ടല്ല നമ്മൾ സർക്കാരിൻ്റെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ജനങ്ങൾക്ക് ആവശ്യമുള്ള 10 കാര്യങ്ങളാണ് ഒരു മണ്ഡലത്തിലെ. അത് അത്രയും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അതാണ് നമ്മളൊരു ബുക്ക്ലെറ്റായി പ്രതിപക്ഷ നേതാവിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും കൊടുക്കുന്നത്. അത് മുഖ്യമന്ത്രിക്ക് കൊടുത്തു, ഇനി പ്രതിപക്ഷ നേതാവിന് കൊടുക്കാൻ പോവുകയാണ്. ഈ ടീം എന്ന് പറയുന്നത് റിപ്പോർട്ടർ ടിവിയുടെ ഏകദേശം 15ഓളം വരുന്ന എഡിറ്റോറിയൽ അംഗങ്ങളും അതുപോലെ തന്നെ റിപ്പോർട്ടറിൻ്റെ ഓരോ ബ്യൂറോയിലുള്ള ആൾക്കാരും കൂടാതെ ഡെസ്കിലുള്ള ആൾക്കാരും ഒരു ആവേശം, ഈ പറഞ്ഞ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാരിലേക്ക് എത്തിക്കാൻ കാണിച്ച ഒരു വലിയ മനസ്സുണ്ട്. കാരണം അത് അത്ര ചെറിയ കാര്യമായിരുന്നില്ല. കാരണം നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അവരുടെ ആവശ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയെടുത്ത 140 മണ്ഡലങ്ങളിലെ 1400 ആവശ്യങ്ങളാണ്. ഈ ആവശ്യങ്ങൾ സർക്കാർ അതിൻ്റേതായ അർത്ഥത്തോടു കൂടി തന്നെ അതിനെ പരിഗണിക്കുമെന്ന് റിപ്പോർട്ടർ ടി വി നമ്മുടെ എഡിറ്റോറിയൽ ബോർഡ് വിശ്വസിക്കുകയാണ്. അതിലെ ആവശ്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യും എന്നും കൂടി സർക്കാരിനെയും ജനങ്ങളെ അറിയിക്കുകയാണ്. ജനങ്ങൾ എന്നും റിപ്പോർട്ടർ ടി വി എന്നും ജനങ്ങൾക്കൊപ്പമാണ് നിന്നിട്ടുള്ളത്. ജനങ്ങളുടെ ആവശ്യം എന്താണ് എന്നുള്ളത് ഓരോ മണ്ഡലങ്ങളെയും ആവശ്യങ്ങൾ ജനങ്ങളിലേക്ക് സർക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു മാധ്യമത്തിൻ്റെ ധർമ്മമായി കൂടി കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം ഏറ്റെടുത്തിട്ടുള്ളത്. അതിൽ റിപ്പോർട്ടർ ടി വി പൂർണ്ണമായി വിജയിച്ചു എന്നുകൂടി ഞങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. താങ്ക് യു അൻറ്റോ, താങ്ക് യു വി നികേഷ് കുമാർ, താങ്ക് യു ഉണ്ണി ബാലകൃഷ്ണൻ. നമുക്കിനി നാളെ വീണ്ടും കണ്ടുമുട്ടാം. മീറ്റ് ദി എഡിറ്റേഴ്സ് ഇവിടെ പൂർണ്ണമാവുന്നു. Meet the editors.